യുക്രൈൻ യുദ്ധം കഴിഞ്ഞ കുറെ കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു അപ്ഡേറ്റ് ആണ്. റഷ്യയിൽ യുക്രൈൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ തൃശൂർ സ്വദേശി കൊല്ലപ്പെട്ടു. കലൂർ നായരങ്ങാടി സ്വദേശി 36 വയസ്സുള്ള സന്ദീപാണ് മരിച്ചത്. ആശുപത്രിയിൽ മൃതദേഹം റഷ്യൻ മലയാളി അസോസിയേഷൻ അംഗങ്ങൾ തിരിച്ചറിഞ്ഞതായും കലൂരിലെ വീട്ടിൽ വിവരം ലഭിച്ചു. അത്യന്തം ദുഃഖകരമായ വാർത്തയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. അതെ, സന്ദീപ് ഉൾപ്പെട്ട സംഘത്തിനു നേരെ ആക്രമണമുണ്ടായെന്ന് റഷ്യൻ മലയാളി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശം പ്രചരിച്ചതോടെയാണ് വിവരം നാട്ടിലറിയുന്നത്. എന്നാൽ എംബസിയിൽ നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കുമെന്നാണ് റഷ്യയിലെ മലയാളി സംഘടനകൾ ബന്ധുക്കളെ അറിയിച്ചിട്ടുള്ളത്. നമ്മൾ ഈ വാട്സാപ്പ് സന്ദേശം പ്രചരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാൻ മിസ്സിംഗ് എന്നുള്ള രീതിയിൽ എംബസി വഴിയും നോർക്ക് വഴിയും നമ്മൾ അന്വേഷണം തുടങ്ങിയിരുന്നു. അതുവഴി എംബസിയിൽ നിന്നൊക്കെ നമുക്ക് തിരിച്ചന്വേഷണം വന്നു. പക്ഷെ ഇപ്പൊ മരിച്ചു എന്നുള്ളത് കൺഫർമേഷനായി. അപ്പോൾ എംബസി ബോഡി കൊണ്ടുവരാനായിട്ട് നമ്മൾ കേന്ദ്രമന്ത്രിമാരായിട്ടും MP ആയിട്ടും എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. MLA ആയിട്ട് ബന്ധപ്പെട്ട് നോർക്ക് വഴി മുഖ്യമന്ത്രിയായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. സന്ദീപ് ഉൾപ്പെട്ട 12 അംഗ റഷ്യൻ പട്ടാള പെട്രോളിംഗ് സംഘത്തിനു നേരെയായിരുന്നു ആക്രമണമെന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. ശനി ഞായർ ദിവസങ്ങൾ എംബസി അവധിയായതിനാൽ അധികൃതരുടെ ഔദ്യോഗിക അറിയിപ്പും ചിത്രങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ഏപ്രിൽ 2-നാണ് സന്ദീപും മലയാളികളായ മറ്റു 7 പേരും ജോലിക്കായി റഷ്യയിൽ പോയത്. മോസ്കോയിൽ റെസ്റ്റോറന്റിലെ ജോലിക്കെന്നാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് റഷ്യൻ സൈനിക ക്യാമ്പിലെ ക്യാന്റീനിലാണ് ജോലിയെന്നും സുരക്ഷിതനാണെന്നും സന്ദീപ് വീട്ടുകാരെ അറിയിച്ചതായും പറയുന്നു. അതേസമയം റഷ്യൻ പൗരത്വം ലഭിക്കുന്നതിനായി സന്ദീപ് സൈന്യത്തിൽ ചേർന്നതായും വിവരമുണ്ട്. ന്യൂസ് 18 തൃശൂർ.